തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് ഡ്രെയിനേജ് പൈപ്പ് ലൈൻ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് കുടുങ്ങിപ്പോയ 2 തൊഴിലാളികളെയും രക്ഷിച്ചു. ബീഹാർ സ്വദേശി ദീപകിനെയും മലയാളിയായ വിനയനെയുമാണ് ഫയർഫോഴ്സിനെയും ശ്രീകാര്യം പോലീസിനെയും നേതൃത്വത്തിൽ പുറത്തെടുത്തത്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകുന്നു. 10 മണിയോടുകൂടിയാണ് ഈ രക്ഷാദൗത്യം തുടരുന്നത്. എന്നാൽ 4 മണിക്കൂറോളം എടുത്തിട്ടാണ് ഇവിടെ നിന്ന് 2 പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത്. നാട്ടുകാർ തന്നെയാണ് ആദ്യ സമയത്ത് രക്ഷാദൗത്യത്തിനായിട്ട് മുന്നോട്ടിറങ്ങിയത്. അവർ തന്നെ ഈ പറയുന്ന മണ്ണ് ഇടിഞ്ഞ് വീണ സമയത്ത് മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പട്ടിക കഷ്ണങ്ങൾ അടക്കം വെച്ചിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ 15 അടിയിലധികം താഴ്ചയിലേക്കാണ് മണ്ണ് വന്ന് പതിച്ചിട്ടുള്ളത്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്രയും മണ്ണ് കോരി മാറ്റേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ പോലീസിനാണെങ്കിലും ഫയർഫോഴ്സിനാണെങ്കിലും ഏറെക്കുറെ ഒരു 30-ലധികം ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ എത്തിയിട്ടാണ് ഈ വ്യക്തിയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത്. ദീപകിനെയാണ് അവസാനമായി രക്ഷപ്പെടുത്തിയത്. ബീഹാർ സ്വദേശിയാണ് ദീപക് ആണ് ഒരു 4 മണിക്കൂറായിട്ട് ഇതിനകത്ത് പെട്ടിരിക്കുകയായിരുന്നു. ദീപകിന് ഇടയ്ക്കിടയ്ക്ക് ബോധം മറയുന്നതായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടെ ഡോക്ടർമാരെ അടക്കം ഇവിടെ സ്ഥലത്തെത്തിച്ചുകൊണ്ട് ചികിത്സ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ദീപകിനെ ഇപ്പോൾ പുറത്തെടുത്തത്. ഏറ്റവും അവസാനം ദീപകിനെയാണ് പുറത്തെടുത്തത്. എന്തായാലും രക്ഷാദൗത്യം കഴിഞ്ഞിരിക്കുകയാണ്. 30-ലധികം വരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സംഘടിതമായിട്ടുള്ള രക്ഷാദൗത്യത്തിന് ശേഷമാണ് ദീപകിനെ പുറത്തെത്തിച്ചത്. ദീപകിൻ്റെ ആരോഗ്യസ്ഥിതി കുഴപ്പമില്ലാതെ തുടരുന്നുണ്ട്, ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ദീപകിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളില്ല എന്ന് തന്നെ പറയുന്നു.